ഇപ്പം നാളെ വൈകിട്ടും കൊണ്ടാണ് ഞാൻ ഇറക്കി വന്നത്. പപ്പയോട് പറയണേ ഇന്ന് എൻ്റെ കല്യാണമാണ്, എപ്പോഴും കെവിനെന്നാണ് വിളിച്ചോണ്ടിരിക്കുന്നത്. അളിയനെ മേക്കപ്പ് ചെയ്യുന്ന തിരക്കിൽ ചിന്നു. അല്ല പിന്നെ അവര് അല്ല ഫോട്ടോ വരുമ്പോ എന്തായാലും നല്ല ഇതായിരിക്കും. ആ നൈസായി. അപ്പൊ ചേട്ടൻ ചേച്ചി വന്നത് അതെ കിച്ചിരിക്കുന്നു ഇവിടെ. ഇതിൽ പറയുന്നു രണ്ട് വാക്ക്. ഒത്തുകല്യാണം അത് വിട്ടുപോയി, മാറ്റണം. ഫ്ലോ അതായത് എൻഗേജ്മെൻറ്റിനായി വീഡിയോ പിടിക്കുന്ന ഷെൽജോയ്ക്കും കിച്ചുവിനും എല്ലാ ഭാവങ്ങളും നേരുന്നു. പിന്നെ കെട്ടുന്ന കെവിന് എത്രയും പെട്ടെന്ന് രണ്ട് വാക്ക് പറയും. ഉപദേശം അനിയന് കൊടുക്കാനുള്ള ഉപദേശം മകളെ. അതെ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. ഇതോടെ കഥാപ്രസംഗം തുടങ്ങി. എൻഗേജ്മെന്റിന് ഒരുങ്ങുന്ന കെവിന് ഓൾ ദി ബെസ്റ്റ് വിഷസ് കെവിൻ. ഓക്കെ. ചേട്ടനെ കൊച്ച് സാക്ക്, അപ്പുറത്ത് ആരാണത്? അലീന. ഇവിടെ ഇവിടെ ജോക്കുട്ടി. അപ്പുറത്താരാ? ആ നിങ്ങൾ നൈസ്. നൈസ് നൈസ്. സുന്ദരണ്ട്. ആ സൂപ്പറായിട്ട്. നൈസ്. നമ്മളിങ്ങനെ എന്തൊക്കെ നമ്മൾ ചെയ്താലും നമുക്ക് അവസാനം തൃപ്തിയാവില്ല കല്യാണത്തിന്. അതെ അതെ. ബാബു ബോബി ഫാമിലി. പടപടാന്ന് പോകണം. ചിരിക്കു ജോക്കട്ടെ ഇങ്ങോട്ട് വാ.
ആണോ കിച്ചു കിച്ചു വാ. നമുക്ക് വീഡിയോ കാണാം കാണാൻ പറ്റുന്നില്ല. എന്താ എഴുതിയത്? എത്തിയിട്ടാ ഛർദിച്ചാവോ? ബ്രൈഡ് അല്ലേ ചെക്കനെ ഇറക്കണ്ടേ എൻഗേജ്മെന്റിന് ഇവരല്ല ഇറക്കേണ്ടത്. ആ ശരിയാ, അത് കല്യാണത്തിനാണ്. ക്രിസ്മസാ. ചേച്ചിമാര് നോക്കുന്നു. പ്രകടമാക്കുന്ന വെളിപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഈ വിവാഹ വാഗ്ദാനം. ഞാനല്ലല്ലോ. ഒറിജിനൽ ആണോ? വീഡിയോ പോരട്ടെ. എല്ലാവർക്കും നല്ലൊരു കൈഡ് കൊടുത്ത് അവരെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാം. എല്ലാ സങ്കടങ്ങളിലും കൂടെ നിന്ന് 4-4 ബസ് ബഡീസ് ആയിട്ട് കോളേജ് കാലഘട്ടങ്ങൾ അവസാനിപ്പിച്ചെങ്കിലും പിന്നീട് ഇവരുടെ ഇടയിൽ നല്ലൊരു ബ്യൂട്ടിഫുൾ ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിച്ചിരുന്ന ഇവർ 2 പേർ പോലും അറിയാതെ ദൈവത്തിന്റെ പ്രത്യേക പദ്ധതിയാൽ 2020
ഒരു മാരേജ് പ്രപ്പോസലിലൂടെ വീണ്ടും കൂടുതലായിട്ട് അറിഞ്ഞ് പരസ്പരം ഫാമിലീസിനെ കൂടുതലായിട്ട് അടുത്തറിഞ്ഞ് മനസ്സിലാക്കി ഇവന്തോ ഇവരുടെ ഇഷ്ടങ്ങളിലും പേഴ്സണാലിറ്റീസിലും ഒത്തിരി വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും നൈറ്റ് ലൈഫ്സ് ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നവരായിരുന്നു. പക്ഷേ കുറേ വർഷമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ തന്നെ അങ്ങോട്ടേക്ക് റിലേഷൻഷിപ്പായിട്ട് പോയതിനും അത് ലൈഫ് പാർട്ട്ണറായിട്ട് കിട്ടിയതിനും അതേപോലെ നല്ലൊരു ജേർണി ഇനി അങ്ങോട്ടേക്ക് ഉണ്ടാവട്ടെ അങ്ങനെ വിചാരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഭയങ്കര ഹാപ്പിയാണ്. എക്സൈറ്റഡ് ആണ് മുമ്പിലോട്ടേക്ക് വരാൻ. കെവിന് മാത്രമേ പറയാനുള്ളൂ എന്നാണ് പറഞ്ഞത്. 11 വർഷത്തെ പരസ്പരം അറിയാം. അതിനുശേഷമാണ് നല്ലൊരു സൗഹൃദത്തിലൂടെ പരസ്പരം മനസ്സിലാക്കിയതിനു ശേഷമാണ് കെവിൻ അർപ്പിതയെ തന്റെ ലൈഫ് പാർട്ട്ണറായിട്ട് ചൂസ് ചെയ്യുന്നത്. സോ എന്തൊക്കെ റീസൺസ് കൊണ്ടായിരുന്നു അർപ്പിത എന്റെ ബെസ്റ്റ് പാർട്ട്ണർ എന്ന് തോന്നാനുണ്ടായിരുന്ന ആ റീസൺസ് എന്തൊക്കെയാണ് അല്ലെ? കെവിനോട് ചോദിക്കണ്ടേ? യെസ്, ഇത്രയേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. അവളെ കണ്ടേക്കാം. ഫ്രണ്ട്സായിരുന്നു പരസ്പരം അറിയാം. അങ്ങനെ പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ വന്നപ്പോ ആകെ സ്റ്റെമ്പോണായി പോയതാ. പ്രതീക്ഷിക്കാത്തവരുണ്ടായിരുന്നു. അനുസ്മരിച്ചുകൊണ്ട് candlelighting ceremony. I invite Kevin and Arpita along with their parents to light the candle, giving a ഞങ്ങളൊന്ന് വിട്ടേക്കല്ലേ. സൂപ്പറാണോ? ചീസ്.